ചില കേസുകളിൽ UAPA ചുമത്തിയത് പോലീസിന്റെ വീഴ്ചയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തീവ്രവാദത്തെ തീവ്രവാദമായി കണ്ട് എതിർക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്നും വിജയൻ പറഞ്ഞു. UAPA, കാപ്പ അടക്കമുള്ള കരിനിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെയുള്ള നിലപാടിൽ മാറ്റമില്ല. സമീപകാലത്ത് ചില കേസുകളിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തിയത് തെറ്റാണെന്ന വാദം അംഗീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് തിരുത്തിയിട്ടുമുണ്ട്. ഒരു രാഷ്ട്രീയക്കാർക്കുമെതിരെ കാപ്പ ഉപയോഗിക്കാൻ പാടില്ല. കാരണം കാപ്പയുടെ ഉദ്ദേശം അതല്ല. ആ നിയമത്തിൽ തന്നെ വ്യക്തമായി ഇത് രാഷ്ട്രീയ കേസുകൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തിയതിൽ CPI അടക്കം ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. UAPA ചുമത്തിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗ് സർക്കാരിനെതിരെ കുപ്രചരണം നടത്തുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അണിനിരന്നുകൊണ്ട് കേരളത്തിലെ മന്ത്രിസഭ മുസ്ലിമിനെ വേട്ടയാടുന്നതിന് നിൽക്കുകയാണ് എന്ന മട്ടിൽ ഒരു പ്രചരണം നടത്തിയതായിട്ട് കാണും. അത് ആടിനെ പട്ടിയാക്കലാണ്. ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിലാണ് ഇവരുടെ പ്രതിഷേധമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏത് പഠനത്തിന്റെ ഭാഗമായാലും ഒരു കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വേണ്ട. തീവ്രവാദത്തെ തീവ്രവാദം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് എതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും ന്യൂനപക്ഷ വിഭാഗത്തിലെ സെക്കുലറായി ചിന്തിക്കുന്ന എല്ലാ സംഘടനകളും, മിക്കവാറും സംഘടനകളെല്ലാം സെക്കുലറായി ചിന്തിക്കുന്നവയാണ്. എല്ലാവരും തയ്യാറാകണം. വിമർശനങ്ങളോട് സർക്കാരിന് തുറന്ന സമീപനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.